നമസ്കാരം. എല്ലാവർക്കും ഒന്നുപോലെ സുഖമെന്ന് കരുതുന്നു. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാലോ ചില സമയങ്ങളിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ശത്രുക്കൾ നമ്മളെ തകർക്കാൻ പല വഴികളും നോക്കാറുണ്ട്. ബിസിനസ്സിൽ തളർത്താൻ നോക്കുക, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുക, ജോലി സ്ഥലത്ത് നമ്മളെ ചെയ്യാത്ത കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുക, അങ്ങനെ ശത്രുദോഷം കൊണ്ട് ശ്വാസം മുട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ചെയ്തും അല്ലെങ്കിൽ വാഗൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിയതായ രീതിയിലുള്ള ദോഷങ്ങളും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ദുരിതങ്ങൾ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടും ഉണ്ടാകും. കണ്ണീരൊഴുക്കി ഒരുപാട് രാത്രികൾ നിങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ടാകാം. എന്നാൽ തിരിച്ചടികളിൽ തളരാതെ നിങ്ങളെ തകർക്കാൻ നോക്കിയ ശത്രുക്കളുടെ മുന്നിലായി തലയുയർത്തി നിൽക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് മറ്റാരുമല്ല എന്ന് മനസ്സിലാക്കുക. ആരാണ്? സാക്ഷാൽ കൈലാസനാഥനായ മഹാദേവൻ തന്നെ. അതേ, ശത്രുക്കൾ എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും ഒടുവിൽ ശിവകൃപയാൽ സകല ദോഷങ്ങളും മാറി ജീവിതത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ചില ഭാഗ്യ നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതം ഒടുവിൽ വലിയ വിജയത്തിലേക്ക് തന്നെയായിരിക്കും എത്തിച്ചേരുന്നത്. മഹാദേവന്റെ സവിശേഷമായ അനുഗ്രഹമുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പമായി ചെറിയ ലളിത പരിഹാരങ്ങൾ കൂടി ഇതിൽ തന്നെ പറഞ്ഞു തരാം. നമ്മുടെ ഈ ലിസ്റ്റിലെ ആദ്യത്തെ നക്ഷത്രം വരുന്നത് കാർത്തികയാണ്. കഠിനാധ്വാനികളാണ്, സത്യസന്ധരാണ് കാർത്തിക നക്ഷത്രക്കാര്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ അസൂയക്കാരായ ശത്രുക്കൾ വളരെയധികം കൂടുതലായിട്ടുണ്ടാകും എന്നതാണ്. മറ്റുള്ളവരെ വിശ്വസിച്ച് കൂടെ കൂട്ടുകയും എന്നാൽ അവർ തന്നെ നിങ്ങൾക്ക് പാരയാകുന്ന അവസ്ഥയും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഒന്നും രണ്ടുമല്ല, ഒരുപാട് അനുഭവിച്ചു. സാമ്പത്തികമായും മാനസികമായും നിങ്ങളെ തളർത്താൻ പലരും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൈലാസനാഥനായ സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നൊക്കെയും നിങ്ങൾക്ക് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായത്. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം കാണുന്നില്ല. മഹാദേവന്റെ മൂന്നാം കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഭഗവാൻ മൂന്നാം കണ്ണ് തുറക്കുന്നത് പോലെ നിങ്ങളെ ദ്രോഹിച്ച ശത്രുക്കളുടെ തന്ത്രങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിൽ പരാജയപ്പെടാൻ പോകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി തന്നെ ഉണ്ടാകും. ശത്രുക്കൾ തനിയെ നിങ്ങളുടെ വഴിയിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥ, അതല്ലേ നിങ്ങൾക്ക് വേണ്ടുന്നത്, അത് തന്നെ വന്നു ചേരും. തടസ്സപ്പെട്ടു കിടന്ന ധനാഗമനം വരെ പുനരാരംഭിക്കുന്ന സമയമാണ് ഇനി മുതൽ വന്നു ചേരാൻ പോകുന്നത്. രണ്ടാമത് ആയില്യ നക്ഷത്രമാണ്. മഹാദേവന്റെ പ്രത്യേക കൃപയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ആയില്യം. കടുത്ത മാനസിക വിഷമങ്ങളിലൂടെയും അപവാദങ്ങളിലൂടെയും കടന്നുപോയവർ തന്നെയാണ് ആയില്യ നക്ഷത്രക്കാരും. ചെയ്യാത്ത തെറ്റുകൾ പോലും നിങ്ങളുടെ മേൽ ചാർത്തി പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. സ്വന്തം ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒരു കടുത്ത വഞ്ചനയും ഇതിനോടകം തന്നെ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞു. ശത്രുക്കൾ നിങ്ങളെ പൂർണ്ണമായും തകർത്തു എന്ന് വിചാരിച്ച് അവർ സന്തോഷിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇനി നിങ്ങളുടെ ജീവിതം ഉയർത്തെഴുന്നേൽപ്പിലേക്ക് എത്തിച്ചേരുന്നത്. ആയില്യ നക്ഷത്രക്കാരുടെ കാവലാൾ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളെ തകർക്കാൻ നോക്കിയവർ തന്നെ നിങ്ങളുടെ വളർച്ച കണ്ടിനി അത്ഭുതപ്പെടുന്ന സമയമാണ്. കുടുംബത്തിൽ സമാധാനം തിരിച്ചു കിട്ടുകയും നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ ഭാഗ്യങ്ങളും, അതായത് മാനം പോലും നഷ്ടപ്പെട്ടു എന്നാണ്, ചെയ്യാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മോഷ്ടിച്ചു എന്ന് വരെ പേര് വന്നിട്ടുണ്ട്. കേസ് വരെ ആയവരും ഇത് കേൾക്കുന്നുണ്ടാകും. ശത്രുക്കളുടെ ചതികൾ നമുക്ക് ദൈവം കാട്ടിത്തരണമെങ്കിൽ നമുക്ക് ദൈവകൃപ കൂടി അനിവാര്യമാണ്. ഇവിടെ അങ്ങനെ ദൈവകൃപയാൽ പലതും നിങ്ങൾക്കൊരു CCTV കാണുന്നത് പോലെ ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ സ്വപ്നത്തിൽ, ശരിയല്ലേ? ആണെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അത് ഭഗവാൻ മഹാദേവൻ നിങ്ങളിൽ വളരെയധികം കൃപ ചൊരിയുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഭഗവാൻ മഹാദേവനെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോയാൽ പലതും മുൻകൂട്ടി അദ്ദേഹം തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും. അടുത്തതായി വരുന്നത് ചോതി നക്ഷത്രമാണ്.
വളരെ ദയുള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാർ. ആരെയും വേദനിപ്പിക്കാൻ ഒരു രീതിയിൽ, ഉറക്കത്തിൽ പോലും നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ ഉറക്കത്തിലാണെങ്കിലും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ. ഉണർന്നിരുന്നാലും വേദന, ഉറക്കത്തിലും വേദനിപ്പിക്കുന്നു. പക്ഷെ ഇവരാകട്ടെ ഉറക്കത്തിൽ പോലും താൻ നിമിത്തം മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നന്മയെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് ശത്രുക്കൾ കൂടെ തന്നെ ഉണ്ട് എന്നിനിയെങ്കിലും മനസ്സിലാക്കുക. ബിസിനസ്സിലായാലും കർമ്മരംഗത്തുമൊക്കെ കടുത്ത മത്സരങ്ങളും ചതികളുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടബാധ്യതകൾ വരുത്തി വെച്ച് നിങ്ങളെ നാണം കെടുത്താൻ പലരും ശ്രമിക്കുന്നുമുണ്ട്. ഇനി നിങ്ങളുടെ സമയമാണ്. മഹാദേവന്റെ അനുഗ്രഹത്താൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് നിങ്ങൾക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ നിഷ്പ്രഭരാകുന്ന സമയം. കടബാധ്യതകളിൽ നിന്നൊക്കെ പൂർണ്ണമായി മോചനം ലഭിക്കും. പുതിയതായ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നിന്ന ആളുകൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അതെന്തെന്നാൽ നിങ്ങളുടെ സത്യസന്ധത കണ്ട് ഭഗവാൻ മഹാദേവൻ അവരെ കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളും ഭഗവാൻ മഹാദേവനെ മുറുകെ തന്നെ പിടിച്ചു മുന്നോട്ട് പോവുക. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത 4ാമത്തെ നക്ഷത്രമായുള്ളത് ഉത്രാടമാണ്. ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികളിലൂടെയും ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും ശത്രുദോഷങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രാടം എന്ന് പറയുന്നത്. എത്രയൊക്കെ നല്ലത് ആർക്കു വേണ്ടി ചെയ്താലും അതിലൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു കൂട്ടം ശത്രുക്കൾ എപ്പോഴും നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. ശത്രു എന്നല്ല അവരെ പറയേണ്ടത്, മിത്രമായി നിന്ന് ശത്രുത കാണിക്കുന്ന ആളുകൾ. ഇപ്പോഴും നിങ്ങൾക്ക് അവരെ ഒന്നും പൂർണ്ണമായി അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാനസികമായി നിങ്ങളെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാനാണ് പലരും ശ്രമിക്കുന്നതും. പക്ഷേ ഉത്രാടം നക്ഷത്രക്കാരുടെ കൂടെ എപ്പോഴും ഭഗവാന്റെ നോട്ടമുണ്ട്, പ്രത്യേകിച്ച് സാക്ഷാൽ ഭോലേനാഥനായ ഭഗവാൻ മഹാദേവൻ. അതുകൊണ്ട് തന്നെ വലിയ ചതിക്കുഴികൾ ഇവർ പലതും കുഴിച്ചിട്ടും അതിലൊന്നും നിങ്ങൾക്ക് വീഴാനായിട്ട് ഭഗവാൻ വരുത്തി വെച്ചില്ല. വീഴാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ കഴിഞ്ഞില്ല. വീണില്ല എന്ന് പൂർണ്ണമായി പറയുന്നില്ല, വക്കോളമൊക്കെ എത്തിയിട്ടുമുണ്ട്. അവിടെ നിന്നൊക്കെ ആരോ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആരോഗ്യപരമായി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ മാറും. കോടതി കാര്യങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അനുകൂലമായ വിധി വരികയും ശത്രുക്കളുടെ ഉപദ്രവം പാടെ ഇല്ലാതാവുകയും ചെയ്യുന്ന സമയമാണ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇത്രയും നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ പൂർവ്വ കർമ്മദോഷങ്ങൾ മാറുന്നതിനും ശത്രുക്കളുടെ വാക്കുകൊണ്ടോ ദൃഷ്ടി കൊണ്ടോ ഉള്ള ദോഷം ഇല്ലാതെയാക്കുന്നതിനുമായി ഈ നക്ഷത്രക്കാരായ നിങ്ങൾ ചെയ്യേണ്ട ചില ലളിത പരിഹാരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം. സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. കൂടുതലായിട്ടൊന്നുമില്ല. തിങ്കളാഴ്ചകളിൽ കഠിനമല്ലാത്തതായ ചെറിയ തോതിലുള്ള വ്രതമൊക്കെ ഒന്ന് അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. തിങ്കളാഴ്ച അതേപോലെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ധാരയോ കൂവളമാലയോ ഒക്കെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. പിന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടെ ഇരുന്ന് 108 തവണ ഓം നമഃശിവായ മന്ത്രം ഹൃദയത്തിൽ തൊട്ടങ്ങോട്ട് ജപിക്കുക. ഇത് നിങ്ങളുടെ ചുറ്റും ഒരു ദിവ്യമായ സംരക്ഷണ വലയം തീർക്കുന്നതിന് വളരെയേറെ സഹായിക്കും. ശത്രുക്കളുടെ ഒരു തന്ത്രവും നിങ്ങളുടെ മേൽ പതിയാതിരിക്കുന്നതിനും ഇതൊരു കവചമായി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ നിങ്ങളെ തളർത്താൻ നോക്കുന്നു എന്ന് കരുതി ഭയപ്പെട്ടിരിക്കുകയല്ല വേണ്ടുന്നത്. പൂർണ്ണമായ ഭക്തിയോടെ മഹാദേവനിങ്കൽ ശരണം പ്രാപിക്കുക. കാലം നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ ഭഗവാന്റെ കൃപ എപ്പോഴും നിങ്ങളോടൊപ്പം എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി ഭാഗ്യമായി കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണോ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ഇനിയെങ്കിലും ഭഗവാൻ മഹാദേവനാണ് നിങ്ങളെ ജീവിതത്തിൽ കുഴികളിലൊന്നും വീഴാതെ ബുദ്ധിമുട്ടുകളിലൊന്നും പെടാതെ പിടിച്ചു നിർത്തിയതെന്ന ബോധ്യത്തിൽ ഈ പറഞ്ഞ ലളിതമായ പരിഹാരങ്ങൾ കൂടി ചെയ്ത് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം പൂർണ്ണമായി ഏറ്റുവാങ്ങി ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്ദി.